Meet the editors. സഭ തിരിച്ചറിഞ്ഞോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയാ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പിയാ സുനിൽ, ഗുഡ് ഈവനിങ് പിയാ സുനിൽ. എന്തായാലും ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും സമാധാനമുള്ള വാർത്തകളല്ല, വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകളാണ്. ഇപ്പോൾ ആദിൽ പാലൂടെ തന്നെ അവിടെ പോയി സഹപ്രവർത്തകയുടെ മറ്റൊരു കന്യാസ്ത്രീയുടെ പ്രതികരണം നമുക്ക് എത്തിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഛത്തീസ്ഗഡിലും ഒഡീഷയിലും കർണാടകയിലുമൊക്കെ BJPയുടെ കാലത്ത് വലിയ രീതിയിലുള്ള മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്ന അതിക്രമങ്ങൾ നടന്നതാണ്. 2014 ശേഷം കണക്കുകൾ സൂചിപ്പിക്കുന്നത് 4 ഇരട്ടിയും 5 ഇരട്ടിയും വർധന ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് സംഘപരിവാർ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നാണ്. ഇത് എന്താണ് നമ്മളോട് പറയുന്നത്? ഈ ഘട്ടത്തിൽ ഇതെല്ലാം ഈ ആട്ടിൻ തോൽ അണിഞ്ഞ് വരുന്ന ചെന്നായ്ക്കളാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളുണ്ട്. സഭയെ അത് തിരിച്ചറിയുന്നുണ്ടോ? കേരളത്തിലും ഗോവയിലും ഒരു രീതിയിലാണ് BJP ക്രിസ്ത്യൻ സമുദായങ്ങളോട് അടുക്കുന്നത്. അതേസമയം ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഉത്തരാഖണ്ഡിലുമൊക്കെ മറ്റൊരു രീതിയിലാണ്. സഭ തിരിച്ചറിയുന്നുണ്ടോ ഇത്? സഭ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയേണ്ട കാലം എന്നേ അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് 2011 ജാർഖണ്ഡിൽ സിസ്റ്റർ വത്സ ജോണിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നു ജാർഖണ്ഡ്. അർജുൻ മുണ്ടയായിരുന്നു അന്ന് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി. അന്ന് സിസ്റ്റർ വത്സ ജോണിനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? ആദിവാസികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ കൽക്കരി ഖനനം നടത്താനുള്ള സർക്കാർ തീരുമാനത്തെ എതിർത്ത് അന്ന് ആദിവാസി വിഭാഗം അവിടെ നടത്തിയ ഒരു മുന്നേറ്റമുണ്ടായിരുന്നു. ആ മുന്നേറ്റത്തെ പിന്തുണച്ചതിനാണ് സിസ്റ്റർ വത്സ ജോണിനെ അന്ന് അവർ താമസിച്ച വീടിനകത്ത് കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ സംഭവം ഞാൻ അവിടെ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2008 ഒഡീഷയിലെ കാന്തമാലിൽ നടന്ന സംഘർഷം, അക്രമം, കലാപം അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. 90 പേരാണ് അന്ന് കാന്തമാലിൽ കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 395 പള്ളികൾ അവിടെ ആക്രമിക്കപ്പെട്ടു. 5600 വീടുകൾ അവിടെ അഗ്നിക്കിരയാക്കി. 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കത്തിച്ചു. ഇനി 2023 2 വർഷം മുൻപ് മണിപ്പൂരിൽ നടന്ന അക്രമം. ആ അക്രമത്തിനിടയിൽ ഏതാണ്ട് 247 ക്രിസ്ത്യൻ പള്ളികളാണ് ആക്രമിച്ചത്. നിരവധി പേർ ആ ഒരു കലാപത്തിൽ കൊല്ലപ്പെട്ടു. മണിപ്പൂർ സംഘർഷത്തിന്റെ ഞെട്ടൽ ഇതുവരെ രാജ്യത്തിന് മാറിയിട്ടില്ല. 2020 ഒക്ടോബർ 8 ജാർഖണ്ഡിൽ നിന്ന് സ്റ്റാൻ സ്വാമിയെ NIA കസ്റ്റഡിയിലെടുത്തു. എന്തിനാണ് കസ്റ്റഡിയിലെടുത്തത്? ഭീമ കോറേഗാവ് കലാപത്തിൽ സ്റ്റാൻ സ്വാമിക്ക് പങ്കുണ്ട്, മാവോയിസ്റ്റ് ബന്ധമുണ്ട്. ആ മാവോയിസ്റ്റ് ബന്ധം സ്റ്റാൻ സ്വാമിയിലൂടെ അവിടെ നടപ്പാക്കി എന്നായിരുന്നു NIAയുടെ കണ്ടെത്തൽ. എങ്ങനെയാണ് സ്റ്റാൻ സ്വാമി പിന്നീട് മരിച്ചത്? 2021 ജൂലൈ 5 സ്റ്റാൻ സ്വാമി മരിക്കുന്നത് ജയിലിൽ വെച്ചാണ്. അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. അന്ന് സ്റ്റാൻ സ്വാമിയുടെ 4ാമത്തെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ അന്ന് NIA വളരെ ശക്തമായി ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിനിടയിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിലെത്തി പറയുകയാണ് സ്റ്റാൻ സ്വാമി മരിച്ചുവെന്ന്. ഇനി മാധ്യമപ്രവർത്തകനായ കരൺ താപ്പർ, നമുക്കറിയാം വളരെ പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. RSS മുൻ മേധാവി, അതായത് മോഹൻ ഭാഗവത്തിന് മുൻപ് RSSന്റെ മേധാവിയായിരുന്ന KS സുദർശനെ ഇന്റർവ്യൂ ചെയ്യാനായി ഒരുങ്ങുന്നതിന് മുൻപ് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ല, നരേന്ദ്രമോദിയുമായി നല്ല അടുപ്പമായിരുന്നു. നരേന്ദ്രമോദിയുമായി RSSന്റെ പശ്ചാത്തലമൊക്കെ ചോദിച്ചപ്പോൾ RSS മേധാവിയെ കാണുമ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി കുറച്ച് ചോദ്യങ്ങൾ തന്നോട് പറഞ്ഞതായി കരൺ താപ്പർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, RSSന് ഏറ്റവും അധികം ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ RSSന് രാഷ്ട്രീയപരമായി സംഘടനാപരമായി വളരാൻ കഴിയാത്തത്? രണ്ടാമത്തേത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെയുള്ള നീക്കങ്ങൾ എന്തുകൊണ്ടാണ് ശക്തിപ്പെടാത്തത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തടയാൻ കഴിയാത്തത്? മൂന്നാമത്തെ വിഷയം എന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കെതിരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ ചർച്ചുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഇതാണ് അന്ന് തന്നോട് മോദി RSS മേധാവിയോട് ചോദിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ചോദ്യങ്ങൾ എന്ന് കരൺ താപ്പർ ഓർമ്മക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ 4 ആഴ്ച മുൻപ്
മോഹൻ ഭഗവത്, RSS മേധാവി മോഹൻ ഭഗവത് ഒരു പ്രസ്താവന നടത്തി. ഇന്ത്യയിലെ ജനസംഖ്യാനുപാതത്തിൽ വലിയ മാറ്റം വരുന്നു. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അന്താരാഷ്ട്ര അതിർത്തികൾ വഴി നടക്കുന്ന അനധികൃത കുടിയേറ്റത്തിലൂടെയും ക്രിസ്ത്യൻ സമുദായം നടത്തുന്ന മതപരിവർത്തനത്തിലൂടെയും ഇന്ത്യയിലെ ജനസംഖ്യാനുപാതത്തിൽ വലിയ മാറ്റം വരുന്നു എന്നാണ് RSS മേധാവി ചൂണ്ടിക്കാണിച്ചത്. അതിനെതിരെ വളരെ ശക്തമായി സംഘടിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു, എല്ലാവരും ഉണർന്നു വരണം എന്ന് RSS മേധാവി ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോഴാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത്, സുരേഷ് ഗോപി. നോക്കൂ, തൃശൂർ ജില്ലയിലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ സീറ്റിൽ 6 BJP ഒന്നാം സ്ഥാനത്തെത്തിയത്. കേരളത്തിൽ 15% ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ഈ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമായിരുന്നു. വലിയൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ട് അവിടെ BJPക്ക് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. നമുക്ക് 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ആദ്യമുണ്ടായ വിവാദം എന്താണ്? ഗർവാപ്പസി എന്ന പേരിൽ വലിയ പ്രചരണം രാജ്യത്താകെ നടക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിലും ഗർഭാപ്പസികൾ നടന്നത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ലവ് ജിഹാദ് കേരളത്തിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ തന്നെ തെരുവുകളോളം നടന്ന് പ്രസംഗിച്ചു ലവ് ജിഹാദിനെതിരെ. ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിലുള്ളവർ സ്വാധീനിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെയുള്ള പ്രചരണം കേരളത്തിലാകെ പടർന്നു. കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നില്ലേ? അതിനുശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള സ്റ്റോറി എന്ന സിനിമ BJP ആഘോഷിച്ചില്ലേ? അതിന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു ക്രിസ്ത്യൻ വോട്ട് BJPക്ക് അനുകൂലമായി ഒഴുകിയത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാനായാൽ കേരളത്തിൽ രാഷ്ട്രീയമായി മുന്നേറാൻ കഴിയും എന്നൊരു തിരിച്ചറിവിലേക്ക് BJP എത്തുന്നതും നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭയിൽ ജോർജ് കുര്യൻ എന്ന ഒരു ക്രിസ്ത്യൻ മന്ത്രി ഉണ്ടാകുന്നതും. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മുനമ്പം വിഷയം വരുമ്പോൾ അവിടുത്തെ മുനമ്പം വിഷയത്തിൽ പ്രതിഷേധ രംഗത്തിറങ്ങിയ എല്ലാവർക്കും പിന്തുണയുമായി ആ സമരമാകെ ഏറ്റെടുത്തുകൊണ്ട് BJP ദേശീയ നേതൃത്വം ആകെ രംഗത്ത് വരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ട കാഴ്ച. നോക്കൂ, അവിടെയൊക്കെ തന്നെ സഭാ നേതൃത്വം എടുത്ത നിലപാടുകൾ എന്തായിരുന്നു എന്നത് നമ്മൾ സസൂക്ഷ്മം പരിശോധിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2024 മാത്രം, അതായത് കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ 834 ചർച്ചുകളാണ് ആക്രമിക്കപ്പെട്ടത്. 2023 734 പള്ളികൾ ആക്രമിക്കപ്പെട്ടു. 2022 599 ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തെ ഒരു ചരിത്രമെടുത്താൽ പോലും ഇന്ത്യയിൽ 3000-ലധികം ക്രിസ്ത്യൻ മിഷണറികളുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ദുർഗിൽ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച്, മനുഷ്യക്കടത്ത് ആരോപിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 2 മാസം മുൻപാണ് മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരെ വലിയ ആക്രമണം ഉണ്ടായത്. അവർ പിന്നീട് കേരളത്തിലെത്തി ചികിത്സ തേടി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. ഉത്തർപ്രദേശിൽ നിരവധി ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്തരം സംഭവങ്ങൾ രാജ്യത്താകെ ആവർത്തിക്കുകയാണ്. അതായത് കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെയും ക്രിസ്ത്യൻ മിഷണറികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയും അതിഭീകരമായ നീക്കമാണ് സംഘപരിവാർ സംഘടനകൾ നടത്തുന്നത്. അതിന് കൃത്യമായ രാഷ്ട്രീയ അംഗീകാരം BJP അടക്കം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ഇപ്പോൾ ഛത്തീസ്ഗഡിലും ആവർത്തിക്കുന്നത്. ഛത്തീസ്ഗഡ് BJP ഭരിക്കുന്ന സംസ്ഥാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നോക്കൂ, സഭാ നേതൃത്വം ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ എന്താണ്? കേരളത്തിൽ BJP തങ്ങളുടെ സംരക്ഷകരായി മാറും എന്ന് കണക്കാക്കിയാണോ സഭാ നേതൃത്വം BJPക്ക് അനുകൂലമായൊരു നിലപാട് ഒരു ഘട്ടത്തിലെങ്കിലും കുറച്ചുപേരെങ്കിലും, എല്ലാമല്ല കുറച്ചുപേരെങ്കിലും എടുക്കുന്നത് എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയേണ്ട കാലം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും അത് മുഖവിലിക്കെടുക്കാതെയുള്ള നിലപാടുകൾ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, അതുണ്ടാകുന്നുണ്ട്, അത് മാറ്റപ്പെടേണ്ടതാണ് എന്നതാണ് എന്റെ അഭിപ്രായം. സഭ തിരിച്ചറിഞ്ഞോ എന്നാണ് ചോദ്യം. സ്മൃതി,
ഇതാദ്യമായിട്ടല്ലല്ലോ, പലതവണ ഒളിഞ്ഞും തെളിഞ്ഞും മതപരിവർത്തനം നടത്തുന്നു എന്ന കാരണം പറഞ്ഞ് ക്രിസ്ത്യൻ മിഷനറിമാരെ, സിസ്റ്റർമാരെ നിരന്തരമായിട്ട് ആക്രമിക്കുകയാണ്. കണക്കുകൾ പെരുകുന്നു. പക്ഷേ കേരളത്തിലേക്കും ഗോവയിലേക്ക് എത്തുമ്പോൾ സ്വഭാവം മാറുന്നു, മറ്റൊരു തോല് അണിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അത് പറഞ്ഞിട്ടുണ്ട്. സഭ തിരിച്ചറിയുന്നു. സഭ തിരിച്ചറിഞ്ഞുണ്ടോ ചോദിച്ചാൽ സഭയ്ക്ക് തിരിച്ചറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ വടക്കേ ഇന്ത്യയിലും ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആകുമ്പോൾ കേരളത്തിലേക്കും അത് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ക്രിസ്മസ് ആഘോഷങ്ങൾ 2 സ്കൂളുകളിൽ എങ്ങനെയൊക്കെയാണ് ഭീഷണിയായിട്ടും പുൽക്കൂട് തകർത്തതായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ വന്നത്. അപ്പോൾ കേരളത്തിലേക്കും അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയാഞ്ഞിട്ടല്ല, എവിടെയൊക്കെയോ ഒത്തുതീർപ്പുകളില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്, നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നുള്ള ഭയത്താലുള്ള ഒത്തുതീർപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടല്ല. പക്ഷേ ഈ കാലിനടിയിലെ മണ്ണ് ഒഴുകി പോകുന്ന അവസ്ഥ വരുമ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഇപ്പോൾ കന്യാസ്ത്രീകളെ വേഷമിട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച കന്യാസ്ത്രീ തന്നെ മുഖം കാണിക്കാതെ കുറേ ഭയന്ന് ഞാൻ അതിലൂടെ സംസാരിച്ചിരുന്നു. അപ്പോൾ കുറേ ആശങ്കപ്പെട്ടതിന് ശേഷമാണ് അവർ പ്രതികരിക്കാൻ തന്നെ തയ്യാറായത്. നമ്മൾ കണ്ടതാണ്. അതിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ ഒരു പുരുഷനും അവിടെ പാഞ്ഞെടുക്കുകയും അവരെ ഭീഷണിപ്പെടുത്തി പകച്ചു നിന്നിട്ടാണ് ആ സ്ത്രീ അപ്പുറത്ത്, അതായത് പോകാൻ നിൽക്കുന്ന പെൺകുട്ടികൾ പകച്ചു നിൽക്കുകയാണ് അവിടെ. അതിൽ അവർ CSI വിഭാഗത്തിൽപ്പെടുത്തുന്നതാണ്. അപ്പോൾ മതപരിവർത്തനത്തിന് വിഷയം വരുന്നില്ല. ഈ പോസ്റ്റ് മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ വിഷയം വരുന്നത്. അവനവൻ്റെ മതം തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്ക് ഭരണഘടന അവകാശം നമുക്ക് നൽകുന്നുണ്ട്. അതിനെ ഒരു നിർബന്ധിത മതപരിവർത്തനം എന്ന രൂപത്തിലാക്കിക്കൊണ്ട് ഒരാൾ താല്പര്യപ്പെട്ടാലും അതിനെ തകർക്കുന്ന രീതിയിൽ അവിടെ ഓടിയെത്തുകയും അതിനെ എതിർക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഛത്തീസ്ഗഡിലെ ആദിവാസി വിഭാഗങ്ങളായാലും ഈ ദരിദ്ര വിഭാഗങ്ങൾ, നമുക്ക് അവിടുത്തെ ജീവിതാവസ്ഥയൊന്നും നമുക്ക് ഒരു തരത്തിലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ജീവിതാവസ്ഥകളാണ്. അത്രയും ദരിദ്രമായ അവസ്ഥയിൽ, പ്രാകൃതമായ അവസ്ഥയിൽ കഴിയുന്നവരെയാണ്. അവർക്ക് എന്തെങ്കിലും ജോലിയൊക്കെ കൊടുക്കാനായിട്ട് സഭയുടെ ഓരോ സ്ഥലത്തെയും സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഇവർ ആഗ്രയിലേക്കും ജബൽപൂരിലേക്കും കൊണ്ടുപോകാനാണ് അവിടെ കൊണ്ടുവന്നിരുന്നത്. അവരോട് ആധാർ കാർഡ് ചോദിക്കുന്നത് ഈ പറയുന്ന ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. അവരാണ് ആധാർ കാർഡ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇതിലൊരു കൂട്ടായ്മയുണ്ട്. അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ചേരുകയാണ്. ഭരണകൂടത്തിൻ്റെ നിലപാടതാണ്. അപ്പോൾ ഇതാണ് ശരി എന്ന രൂപത്തിൽ അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാട്സപ്പിൽ ഈ പറയുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ട്. സഭ കരുതിയിരിക്കുക, സഭ നിങ്ങളെ ഏതാ മതപരിവർത്തനം ചെയ്യാൻ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലേ എന്നാണ് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 2 മലയാളി സിസ്റ്റേഴ്സാണല്ലോ, സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവുമാണ്. മനുഷ്യക്കടത്ത് നടത്തുന്നവരാണോ ഇവിടുത്തെ സമൂഹം? നമുക്കറിയാവുന്നതാണല്ലോ, എത്ര കാലമായി ഇവിടെ മിഷണറി പ്രവർത്തനം നടക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നല്ല സ്കൂളുകൾ, വലിയ ഫീസൊന്നും വാങ്ങാത്ത, ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളുകളാണ്. അവരവരുടെ മതപഠനത്തിന് വേറെ, ക്രിസ്ത്യാനികൾക്ക് വേറെ മതപഠന ക്ലാസ് ഉണ്ട്, ബാക്കിയുള്ളവർക്ക് മോറൽ സയൻസ് എന്നുള്ള പീരീഡാണ്. അപ്പോൾ ആരും അവിടെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു. താല്പര്യമുള്ളവർ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. എന്ത് നിർബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്? ഇതിപ്പോൾ കാലങ്ങളായി തുടരുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യമാണ് ഇത് പറഞ്ഞത്. ഇത് ആശുപത്രികളായും സ്കൂളുകളായും രാജ്യത്തുടനീളം അവർ നമുക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ ഒരു തരത്തിലും അത് മറക്കാൻ പറ്റുന്നതല്ല. 2014 ശേഷമുള്ള ഈ കണക്കുകൾ, ഈ അക്രമങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് വലിയ തോതിൽ കൂടി. 2014 127 ആണെങ്കിൽ 24 834, 23 734 ഒരു വർഷത്തിൽ 753 പള്ളികൾ ആക്രമിച്ചു എന്നുള്ള കണക്കുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള കണക്ക്. ഈ കണക്കുകൾ അവിടെ നടക്കുന്നു. മണിപ്പൂരിൽ നോക്കൂ, 1000-ലേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ, കെട്ടിടങ്ങൾ ചുട്ടുകരിച്ചു. 200-ലേറെ പേർ മരിച്ചിട്ടുണ്ട്. 60,000 പേർ പലായനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി അവിടേക്ക് പോയിട്ടുണ്ടോ ഇതുവരെ? അപ്പോൾ CBCI ആവശ്യപ്പെടുന്നത് എന്താണ്? പ്രധാനമന്ത്രി ഇടപെടണം, പ്രധാനമന്ത്രി അതിൽ പ്രതികരിക്കണമെന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഡൽഹിയിൽ ഒരു പ്രതിഷേധ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി ഒരു വിരുന്ന് ഇവർക്ക് നൽകിയിരുന്നു. ആ വിരുന്നിൽ ഈ പറയുന്ന അവരുടെ ആശങ്കകൾ പങ്കുവച്ചു. അത് പുറത്തൊന്നും പറയാതെ ഭയന്നിട്ടാണ് ആ ആശങ്ക പങ്കുവയ്ക്കൽ പോലും. അത് പുറത്തേക്ക് പോലും അത് ശക്തമായി പ്രതികരിക്കാൻ അവർക്കാവുന്നില്ല. ഈ രൂപത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? കേരളത്തിൽ ഇവിടെ ഹൈന്ദവ സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും ഒരു പൊതു ശത്രു ഉണ്ടെന്നും അവരിതാ നമ്മളെ തീർക്കാൻ വരികയാണെന്നും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെ, നമുക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ തട്ടിയെടുത്ത് കൊണ്ടുപോവുകയാണ് എന്നുമുള്ള മുസ്ലിം വിരോധത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇവരൊരു ഐക്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഐക്യത്തിന് കാസ പോലുള്ള തീവ്ര നിലപാടുള്ള സംഘടനകളും വലിയ തോതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരും BJPയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന്, സംഘപരിവാരം തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ 2 കൂട്ടരും ഒരുപോലെ മുസ്ലിം വിരോധം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന സിനിമ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. കേരള സ്റ്റോറി എന്ന സിനിമ അതിനെതിരെ ഇവിടെ കേരള സമൂഹം ഒന്നാകെ അതിനോട് പ്രതികരിച്ചപ്പോൾ ഇവിടുത്തെ സഭ എന്താണ് ചെയ്തത്? ആ സിനിമ
സഭാവിശ്വാസികളായ കുട്ടികളെ കാണിക്കാൻ മുൻകൈയെടുക്കുന്നു, അതേക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ വിചാരധാരയിൽ തന്നെ പറയുന്നു, പൊതുശത്രുക്കളായി കാണുന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ്. അതിൽ ഞങ്ങളില്ല, ഞങ്ങളത് അവർക്കൊപ്പമാണെന്ന് നിങ്ങൾ സ്വയം ധരിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് നേരെയും വരുന്നുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇനി ഈ ക്രിസ്ത്യാനികൾ വലിയ തോതിൽ സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു എന്ന് ഓർഗനൈസർ ലേഖനം വന്നല്ലോ, അതിന്മേൽ പരിശോധന വേണമെന്ന്. പിന്നീട് അത് വലിയ ചർച്ചയായപ്പോൾ കേരളത്തിലൊരു പ്രത്യേക സാഹചര്യമൊക്കെ മുന്നിൽ കണ്ട ആ ലേഖനം പിന്നീട് പിൻവലിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ക്രിസ്ത്യൻ വോട്ട് BJP സ്ഥാനാർത്ഥികൾ നേടിയിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിൽ സഭയ്ക്ക് വലിയ പങ്കുണ്ട്. അതായത് പള്ളിയിൽ പോയി ഒരു കുരിശൊക്കെ നൽകിയാൽ അതിൽ വീണു പോകുന്നതാണോ സഭാ സമൂഹം? ആത്യന്തികമായി അവരോടുള്ള നിലപാടെന്താണ്? രാജ്യത്ത് അവരെടുക്കുന്ന ക്രിസ്ത്യാനികളോടുള്ള പൊതു സമീപനം എന്താണ് എന്ന തിരിച്ചറിവിലേക്ക് സഭ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഇവിടെ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ സഭാ സമൂഹത്തിൽ ഇപ്പോൾ മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ എത്ര കാലമായി അവർ പ്രവർത്തിക്കുന്നതാണ്, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അതാക്കിയിട്ടുണ്ട്. സ്റ്റാൻ സ്വാമിയുടെ കാര്യം നമുക്കറിയാം. ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന വൈദികനാണ്. അദ്ദേഹത്തെ ഏത് രൂപത്തിൽ ക്രൂശിച്ചിട്ടാണ് അവസാനം കോടതി പോലും ഒരു സ്ട്രോ കൊടുത്ത് വെള്ളം കുടിക്കാൻ പോലും അനുവദിക്കാതിരുന്ന എങ്ങനെയാണ് അദ്ദേഹം മരണമടഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇതിനോടൊക്കെ സഭാ സമൂഹം എത്രത്തോളം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വളരെ ദുർബലമായ പ്രതികരണങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സത്യം. അപ്പോൾ എത്രത്തോളം ഇപ്പോൾ ദീപിക കഴിഞ്ഞ ദിവസം 14-ാം തീയതി മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇരട്ട നിലപാടാണെന്ന് പറയുന്നു. ഗോവയിലും കേരളത്തിൽ മറ്റൊരു നിലപാട്, മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റൊരു നിലപാട്. ഇത് പുതിയ കാര്യമാണോ? പുതിയ കാര്യമല്ല. അപ്പോൾ തിരിച്ചറിയണം, ഇവിടെ ഇപ്പോൾ BJP വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇനിയും ക്രിസ്മസിന് കേക്ക് കൊടുക്കലും മധുരം കൊടുക്കലും അരമന കയറിയിറങ്ങലും ഒക്കെ ഉണ്ടാകും. ഈ കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യയാണ് എന്ന് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, കണ്ണു തുറന്ന് തിരിച്ചറിഞ്ഞാൽ, കാസപോലുള്ള സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശം സഭ തന്നെ നൽകിയാൽ അതാണ് ഉചിതം. മാത്രമല്ല, സഭാ നേതൃത്വങ്ങൾ പലപ്പോഴായി നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, കോടതി തന്നെ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൂട്ടത്തോടെ മുസ്ലിം സമൂഹം ഇവിടെ ക്രിസ്ത്യാനികളെ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്ന രൂപത്തിൽ, ഞങ്ങൾക്കിത് ആളുകൾ ഇല്ലാതാകുന്നു എന്ന രൂപത്തിലൊക്കെ പറയുന്നവർക്ക് വലിയ രീതിയിൽ ഇവിടെ ഒരു പ്രതികരണം അവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ പലപ്പോഴും ബിഷപ്പുമാർ തന്നെയാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളതെന്നും നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം, തിരിച്ചറിഞ്ഞിട്ടും ഭയപ്പാടോടുകൂടി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള 3 പാവപ്പെട്ട പെൺകുട്ടികൾ, അവരുടെ സഹോദരനും അടക്കം അച്ഛനമ്മമാർ കൊടുത്ത കൺസെൻറ്റ് ലെറ്റർ, സമ്മതപത്രവും ആധാർ കാർഡുമായിട്ടാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. അവിടെ എത്തുമ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ കന്യാസ്ത്രീ വേഷത്തിലെത്തിയ 2 പേരെ കാണുന്നതോടുകൂടി സംശയത്തോടുകൂടി ഇവരുടെ പിന്നാക്കം ചെല്ലുന്നു. അതിന് തൊട്ട് മുമ്പ് TT ഇവരുടെ ടിക്കറ്റ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് കന്യാസ്ത്രീകളുടെ കൈകളിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരെ തടഞ്ഞു നിർത്തി TT ഉടൻ തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിവരം അറിയിക്കുകയാണ്. അങ്ങനെയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുന്നതും ഇവരെ ചോദ്യം ചെയ്യുന്നതും. നോക്കൂ, നമ്മളുടെ ഈ രാജ്യത്ത് നമ്മളുടെ പൗരത്വം തെളിയിക്കാൻ നമ്മൾ പ്രായപൂർത്തിയായതിനു ശേഷം എങ്ങോട്ട് പോകുന്നു എന്ന് ആരെയൊക്കെ ബോധ്യപ്പെടുത്തണം. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അത്തരമൊരു ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരായത് ഈ 2 കന്യാസ്ത്രീകൾ മാത്രമല്ല, പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും എന്ന 2 പേർ മാത്രമല്ല, ആ 3 പെൺകുട്ടികളും ഒപ്പം അവരുടെ കൂടെ വന്ന സഹോദരനും അടക്കുന്നവർ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരികയാണ്. എന്നിട്ട് അവർക്ക് ഈ പറയുന്ന രീതിയിൽ ആധാർ കാർഡ് പരിശോധിക്കുക, സമ്മതപത്രം പരിശോധിക്കുക, വീട്ടിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഈ രക്ഷിതാക്കൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ 3 പേർ പോകുന്നത്. അവർ ആഗ്രയിലുള്ള ഒരു ആശുപത്രിയിലും മറ്റൊരു ഓഫീസിലുമായിട്ട് ഈ സഭയുമായി ബന്ധപ്പെട്ട ഓഫീസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പോവുകയാണ്, അവിടെ ജോലിക്ക് വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിന് ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് സാക്ഷ്യം കൊടുക്കണം എന്നുള്ളതാണ്. എന്നിട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ആ 2 പേർക്കും എല്ലാവിധ സമ്മതപത്രങ്ങളുമുണ്ട്. അതായത് ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ദുര്യോഗമാണിത്. നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കിൽ ഇന്ത്യയിലെ ഒരു പൗരന് അല്ലെങ്കിൽ ഒരു പൗരയ്ക്ക്, ഒരു വൈദികന്, ഒരു കന്യാസ്ത്രീക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ആധാർ കാർഡും ഒപ്പം തന്നെ സമ്മതപത്രവും വയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത് ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് മറുപടി കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ പോകാൻ കഴിയേണ്ടി വരുന്നു എന്ന സാഹചര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ പറയുന്നത് പോലെ തിരുവസ്ത്രമിട്ടുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നതാണ് വസ്തുത. അത് കണക്കുകളിലൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ കണക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട കണക്കെന്ന് പറയുന്നത് 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലം മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനു
ശേഷം 8 മടങ്ങായിട്ടും 6 മടങ്ങായിട്ടും പലയിടങ്ങളിൽ അതിക്രമങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. 2014 യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചു 127 അതിക്രമങ്ങളാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ മിഷണറിമാർ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും പള്ളികൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. 2014 127 ഓൺ ആൻ ആവറേജ്. 2024 വരുമ്പോഴേക്കും അത് 834 വർദ്ധിക്കുന്നു. എത്ര മടങ്ങാണെന്ന് ആലോചിക്കൂ. 5 മടങ്ങോളം വർധനമുണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നത് മനസ്സിലാക്കണം. ഇവിടെയാണ് ഹൈന്ദവ ദേശീയതയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി കണക്കാക്കിക്കൊണ്ട് RSSന്റെ 2ാം സർസംഘചാലകായ ഗോൾവാൾക്കർ എഴുതിയിരിക്കുന്ന വിചാരധാരയിലെ 217 മുതൽ 242 വരെയുള്ള പേജുകളിൽ ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് വിചാരധാരയൊന്നുമല്ല, ബെഞ്ച് ഓഫ് തോട്ടൊന്നും അല്ല, ഞങ്ങൾ മാറിയിരിക്കുന്നു. എന്തു മാറി എന്നാണ് പറയുന്നത്? ബെഞ്ച് ഓഫ് തോട്ടിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ആഭ്യന്തര ശത്രുക്കളാണെന്നും രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ കരുതിയിരിക്കേണ്ടത് ഇവരെയാണെന്നും പറയുന്ന ഒരു ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്ന സംഘപരിവാറിൻ്റെ ഫ്രിഞ്ച് എലമെന്റുകളായ ഹിന്ദു ജാഗരൺ മഞ്ച്, ബജ്രംഗ് ദൾ, ഹനുമാൻ സേന, ഈ സംഘടനകളാണ് ക്രിസ്തീയ സമുദായത്തിനെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം അടിച്ചുവിടുന്നത്. അവർക്ക് രാഷ്ട്രീയ പെട്രണേജ് കൊണ്ട്, അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നതാവട്ടെ BJP ഗവൺമെന്റുമാണ് ഓരോ ഇടങ്ങളിലും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, BJP അധികാരത്തിലെത്തിയ നാൾ മുതൽ കഴിഞ്ഞ 10 വർഷക്കാലം 127 നിന്ന് 834 എന്ന കണക്കിലേക്ക് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. ഞാനൊരു സ്ഥലം പറയാം. ഇത് ഛത്തീസ്ഗഡിലാണല്ലോ. ബസ്തർ ജില്ലയിലുള്ള ഒരു ഗ്രാമമുണ്ട്, മെൽബദ എന്ന് പറയുന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയുടെ മൃതദേഹം ക്രിസ്ത്യൻ ഗ്രൗണ്ടിൽ നിന്ന്, അവിടെ അവരെ ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങൾ സംസ്കരിക്കുന്ന ഒരു ഇടമുണ്ട്, സെമിത്തേരിയുണ്ട്. ആ സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് സംസ്കരിക്കേണ്ടി വരുന്ന ഹിന്ദു ആചാരപ്രകാരം മറ്റൊരു വിഭാഗം സംസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര ദുര്യോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ സുഭാഷ് ബാഗേൽ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്റർ കഴിഞ്ഞ ജനുവരിയിലാണ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ രമേഷ് ഭൂപാൽ. ഈ രമേഷ് ബാഗേൽ എന്ന് പറയുന്നയാൾ സ്വന്തം അച്ഛൻ്റെ മൃതദേഹവുമായി 25 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് സംസ്കരിക്കുന്നത്. അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് ഹിന്ദു ആചാരപ്രകാരം മാത്രമേ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ സംസ്കരിക്കാൻ പറ്റൂ. ഒരു ദളിത് ക്രിസ്ത്യനായിട്ടുള്ള പുരോഹിതനെ ഇവിടെ സംസ്കരിക്കാൻ പറ്റില്ല. മൃതശരീരങ്ങൾ പോലും ശ്മശാനങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത് ഹിന്ദു ആചാരപ്രകാരം വീണ്ടും മറവു ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഛത്തീസ്ഗഡിലെ ഒരു രീതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര ക്രൂരമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ? ആർട്ടിക്കിൾ 25 നമുക്ക് നൽകുന്ന മതപരമായ ഭരണഘടന അവകാശമില്ലേ? എന്താണ്? റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്നുള്ളതാണ്. ഏതു മതത്തിൽ വിശ്വസിക്കാനും ഏതു മതം പിന്തുടരാനും ഏതു മതത്തിൽ നിങ്ങൾക്ക് പ്രചരണം നടത്താനുമുള്ള അവകാശം ഇന്ത്യയിൽ ഉണ്ട്. അത് നിർബന്ധിത പരിവർത്തനമാകരുത് എന്ന് മാത്രമേ അതിലുള്ളൂ. ഇവിടെ ഒരു നിർബന്ധിത പരിവർത്തനവുമില്ല, ഒരു പരാതിയുമില്ല. നിങ്ങൾക്കൊപ്പം 19 വയസ്സും 22 വയസ്സും പ്രായമുള്ള പെൺകുട്ടികൾ ഒരു സഭയിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തി ആധാർ കാർഡും സമ്മതപത്രവും ചോദിച്ച് അവരെ കൊണ്ടുപോകുന്ന കന്യാസ്ത്രീകളെ തടങ്കലിലടച്ച് കള്ളക്കുറ്റങ്ങൾ ചുമത്തി അവർക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നൊരു ഏർപ്പാടാണ് ഈ നാട്ടിലുള്ളത് എന്നത് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൗരന്മാരിൽ ഒരു വിഭാഗത്തെ അവർ വിശ്വസിക്കുന്നത് ക്രിസ്തീയ സമുദായം ആയതുകൊണ്ട് 2ാം പൗരന്മാരായും 3ാം പൗരന്മാരായും കണക്കാക്കുകയും അവർക്ക് ഈ രാജ്യത്ത് സഞ്ചരിക്കുന്നതിന് വേണ്ടി സാധാരണ നമുക്കുള്ള അവകാശങ്ങൾ ഇല്ലാതിരിക്കുകയും അവർക്ക് ആധാർ കാർഡും സമ്മതപത്രവും സാക്ഷ്യപ്പെടുത്തിയാലേ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ എന്ന സാഹചര്യം സംജാതമായിട്ടുണ്ട്. കേക്കുമായി വരുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം. ചില പള്ളികളിലേക്ക് സ്വർണ്ണക്കിരീടവുമായി വരുന്നവരെയും നിങ്ങൾ തിരിച്ചറിയണം. ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ്? 1999 ഈ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു പാതിരി 35 വർഷം കുഷ്ഠരോഗ രോഗികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന പാതിരിയ. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചോമനകളായിട്ടുള്ള മക്കളെയും ആൺമക്കളെയും അവരെ എവിടെ വെച്ചാൽ ഒരു വാഹനത്തിൽ വെച്ച് കത്തിക്കുക, പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞു. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും. പിന്നീട് 10 വർഷം കഴിയുമ്പോൾ 2008 വരുമ്പോഴേക്കും കാണ്ടമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കന്യാസ്ത്രീകൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. 1-2 60,000-ഓളം ക്രിസ്ത്യൻ വിശ്വാസികൾ ഭവനരഹിതരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മണിപ്പൂരിലേക്ക് വന്നാൽ നോക്കൂ, മണിപ്പൂരിലേക്ക് ഏറ്റവും ഒടുവിലെത്തുമ്പോൾ കണക്കുകൾ പ്രകാരം ഏകദേശം 600-ലധികം പള്ളികൾ അവിടെ
കത്തിച്ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആരംഭായി തെങ്കേലും മെയ്തിലിപ്പൂണും എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ കുക്കി വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ ആക്രമണം ഉണ്ടാവുന്നു. 642 പള്ളികൾ ചുട്ടരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. തീർന്നില്ല. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് പെന്തക്കോസ്ത് സുവിശേഷകനായ പ്രിയോസാധൻ പോട്ടൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനെ തല്ലി മർദ്ദിച്ച് മൃതപ്രായനാക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. എത്രയെത്ര ആക്രമണങ്ങളാണ് ഓരോ തവണയും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് നമ്മൾ 2 മലയാളി വൈദികരെ ക്രൂരമായി ആക്രമിക്കുകയും ഒടുവിൽ അവർ പരിക്കേറ്റ് നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്ത സാഹചര്യം ഉണ്ടാവുന്നത്. ഛത്തീസ്ഗഡിൽ നാരായൺപൂരിൽ ഇതിനു മുമ്പ് തന്നെ ഇതേ ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ വേളയിൽ നടത്തിയ വലിയ ആക്രമണത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഝാൻസിയിൽ വൈദികർക്കെതിരെ ആക്രമണം നടത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ ചിക്കമംഗ്ലൂരുവിൽ അതേപോലെ ഉടുപ്പിയിൽ ഒക്കെ ആക്രമണം നടത്തിയത് BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഹിന്ദു ജാഗരൺ മഞ്ചിനെ പോലെ ഹനുമാൻ സേനയെ പോലെ ഈ ബജരംഗ ദളിനെ പോലെയുള്ള ഫ്രിഞ്ച് എലമെന്റുകളായിട്ടുള്ള സംഘടനകൾ ക്രിസ്തീയ സഭകൾക്കെതിരെയും അവരുടെ വിശ്വാസികൾക്കെതിരെയും ആക്രമണം നടത്തുന്നു. എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർ കേക്കുമായിട്ട് വരുന്നു. നമ്മുടെ നാട്ടിൽ വന്ന് ഒരു പൊതുശത്രുവത മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് വർഗീയ പ്രചരണം നടത്തുന്നു. എന്നിട്ട് നർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ ആശയങ്ങൾ ഇതേ പുരോഹിതരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഒടുവിൽ ഏതും പോരാഞ്ഞ് വഖഫ് അടക്കമുള്ള വിഷയങ്ങളിൽ പോലും ആ ആശയം കടത്തിവിടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹൈന്ദവ ദേശീയതയുടെ ഭാഗമായി അവർക്ക് തടസ്സം നിൽക്കുന്ന വിഭാഗങ്ങളെ അവർ ആഭ്യന്തര ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ചത് 1966 ഇന്ന് അവർക്ക് നേരെയുള്ള ഉന്മൂലന ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏതു വസ്ത്രമിട്ടും ഏതു വിശ്വാസത്തിലുള്ളവനും നിർഭയം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പൗരാവകാശമുണ്ട്. ആ പൗരാവകാശത്തെ ഹനിച്ചുകൊണ്ടാണ് ഇന്ന് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ബജരംഗ ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെയും ആ 3 യുവതികളെയും തടഞ്ഞിരിക്കുന്നത്. സഭ ആശങ്കപ്പെടുന്നത് പോലെ ഈ കന്യാസ്ത്രീ വേഷമിട്ട് ഈ പുരോഹിത വേഷമിട്ട് എത്ര കാലം ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും? ആശങ്കയാണെന്നേ. അവർ ഓരോരുത്തരും ഈ വിവിധ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സഭകൾ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചെറുതല്ലാത്ത ആശങ്കയാണ്. നമുക്ക് സംഭവിക്കുന്നത് വരെ നമ്മൾ ആ അപകടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഒരാളും ഉണ്ടാവില്ല എന്നതൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. കേക്കും ഈ പറയുന്ന സ്വർണ്ണ കിരീടവുമായി വരുന്നവരെ തിരിച്ചറിയണം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അത് സഭ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ 2 കന്യാസ്ത്രീകളും ഇപ്പോൾ അവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 2 കന്യാസ്ത്രീകളും കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതാണ് മാത്രമല്ല, എത്ര ബജരംഗദൾ പ്രവർത്തകരെ നിങ്ങൾക്കറിയാം. കുഷ്ഠരോഗ പ്രവർത്തകർക്കിടയിൽ അവരെ കുഷ്ഠരോഗത്തിൽ നിന്ന് മാറ്റി അവരെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരെ എത്ര അറിയാം. എത്ര സ്കൂളുകൾ സ്ഥാപിച്ച് സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ചു വന്ന ബജരംഗദൾ പ്രവർത്തകരെ നിങ്ങൾക്കറിയാം. ഈ ഹനുമാൻ സേന പ്രവർത്തകരെ നിങ്ങൾക്കറിയാം. ഈ എലമെന്റുകളെ തീർച്ചയായിട്ടും നമ്മളുടെ സാമൂഹിക മതേതര സമുദായ ജീവിതത്തിന് എതിരാണ്. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ സംഘടനകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇത് സഭ തിരിച്ചറിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും. അപ്പോൾ സഭ തിരിച്ചറിഞ്ഞു എന്ന ചോദ്യത്തിന് 2 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാൾ നോ എന്നാണ് അഭിപ്രായപ്പെടുന്നത്. എത്ര പറഞ്ഞാലും സഭ ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒരാൾ അഭിപ്രായപ്പെടുന്നത്. 2-1. Meet the editors.